ഇന്ന് പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പോലെ തന്നെ ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് ശേഷം വ്യത്യസ്തമായ തലക്കെട്ടുകളോടുകൂടിയാണ് പല പത്രങ്ങളുള്ളത്. പലതരം വാർത്തകൾ ഇന്ന് പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി തന്നെ വളരെ വ്യത്യാസമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മാതൃഭൂമിയുടെ ഹെഡ്ലൈൻ അത് പിഴച്ചു എന്നാണ്. നീറ്റ് ചോദ്യചോർച്ച വീഴ്ച സമ്മതിച്ച് പരീക്ഷാ ഏജൻസി, അറസ്റ്റിലായവരുടെ എണ്ണം 9 എന്നാണ്. ചോദ്യക്കടലാസ് ചോർച്ചയിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ നീറ്റ് UG നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന വാർത്തയാണ്. പാർലമെന്ററി സമിതിക്ക് മുൻപാകെ നൽകിയ വിശദീകരണത്തിലാണ് NTA ഈ കാര്യം വിശദീകരിച്ചത് എന്നുള്ള കാര്യമാണ് മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കുന്നത്. ജനയുഗവും ആ വാർത്ത തന്നെയാണ്. പാർലമെന്ററി സമിതിയിൽ NTA കുറ്റസമ്മതം, നീറ്റ് പരീക്ഷാ സംവിധാനത്തിൽ വീഴ്ചയുണ്ടായി, ചെയർമാനും ഡയറക്ടർ ജനറലും ഹാജരായി, നിർത്തിപ്പൊരിച്ച സമിതി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ജനയുഗം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വാർത്തയോടൊപ്പം ചേർത്ത് വെക്കാവുന്ന മറ്റൊരു വാർത്ത, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ അല്ലെങ്കിൽ ഇതൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റുമായി ചേർത്ത് വെച്ച വാർത്തയാണ് കേരള കൗമുദി ഒരു പ്രധാനപ്പെട്ട വാർത്തയെ കൊടുക്കുന്നത്. കത്തിക്കയറി പാറ്റ വിപ്ലവം എന്നാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ചുള്ള വാർത്ത വലിയ വാർത്തയായി ഇന്ന് പത്രങ്ങളിലൊക്കെ നിറയുന്നൊരു കാഴ്ചയിലേക്ക് കൂടെ കാര്യങ്ങൾ എത്തുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി സൂപ്പർ ഹിറ്റ്, ഇൻസ്റ്റാ പേജിൽ 1.5 കോടി ഫോളോവേഴ്സ്, വോട്ട് തടഞ്ഞാൽ കമ്മീഷനകത്ത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, പ്രകോപനം എന്താണെന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, എക്സ് അക്കൗണ്ട് പൂട്ടിയതുമായി ബന്ധപ്പെട്ട അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് കത്തിക്കയറി പാറ്റ വിപ്ലവം എന്ന വാർത്ത ഇന്നിപ്പോൾ കേരള കൗമുദിയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാകുന്നത്. മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ മടിയൻ പാർട്ടിയാണ് എന്നാണ് മുദ്രാവാക്യം. അതിൽ ഇത് തുടങ്ങിയ അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ് തുടങ്ങിയ അഭിജിത്ത് ദീപ്കയുടെ ഫോട്ടോ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ഇന്നിപ്പോൾ കേരള കൗമുദി ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കുന്നത്. മാധ്യമം അവരുടെ ഹെഡ്ലൈൻ തന്നെ ആ തരത്തിൽ വലിയ തോതിൽ അത് മാറ്റിയിട്ടുണ്ട്. പാറ്റപ്പേടിയിൽ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് പൂട്ടിച്ചു, പുതിയ അക്കൗണ്ടും വൈറലായി എന്നുള്ളതാണ്. ഇൻസ്റ്റയിൽ BJPയെ മറികടന്ന CJP. അങ്ങനെ CJPയുടെ തുടക്കം എങ്ങനെയാണ്? മെയ് 15-ന് ഒരു കേസ് പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് സംസാരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പാർട്ടി തന്നെ ഉണ്ടാവുന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമം ഇന്ന് ഒന്നാമത്തെ വാർത്തയെ അത് കൊടുക്കുന്നത്. അവിടെ തന്നെ ഇറ്റലിയിലേക്ക് പോയ പ്രധാനമന്ത്രിയെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കാർട്ടൂണും ഇന്നിപ്പോൾ VR രാഗേഷിൻ്റെതായി മാധ്യമത്തിൽ നമുക്ക് ഒന്നാം പേജിൽ കാണാൻ കഴിയും. അവിടെ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ദേശീയ തലത്തിൽ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ കേരളത്തിൽ ഇന്നലെ പ്രവേശനോത്സവമായിരുന്നു എന്നാണ് മനോരമയുടെ ഹെഡ്ലൈൻ. പ്രതിജ്ഞ ചൊല്ലി 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സ്നേഹവും ആദരവും പങ്കുവെച്ച് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ എന്ന കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മനോരമ ഒന്നാമത്തെ വാർത്ത കൊടുക്കുന്നത്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വാർത്തയുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന റെയിൽ വരില്ല, പകരം തെക്ക് വടക്ക് റെയിൽപാത ബദൽ പഠിക്കും, സബർബൻ റെയിൽ, അതിവേഗ റെയിൽ പാത എന്നിവ പരിശോധിക്കും എന്നുള്ളതാണ്. അമിതമായ സാമ്പത്തിക ബാധ്യതയും സ്ഥലമെടുപ്പിലെ വെല്ലുവിളിയും പാരിസ്ഥിതിക പ്രശ്നവും കണക്കിലെടുത്ത് റദ്ദാക്കിയ സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം സാമ്പത്തിക ബാധ്യത കുറഞ്ഞതും സ്ഥലം അധികം ആവശ്യമില്ലാത്തതുമായ അതിവേഗ റെയിൽ സർക്കാർ പരിഗണിച്ചേക്കുമെന്നാണ് സിറാജ് ഒന്നാമത്തെ പേജിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ ഒരു പ്രശ്നം, അത് പാരിയത്തുകാവ് ഉന്നതി ഭൂമി തർക്കമാണ്. അതിൽ ഒഴിപ്പിച്ചേ പറ്റൂ, കടിപ്പിച്ച് കോടതി എന്നാണ് മംഗളം പത്രം അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. പല പത്രങ്ങളിലും ഉണ്ട് കടിപ്പിച്ച് കോടതി എന്നത് തരത്തിലുള്ള ഹെഡ്ലൈനുകൾ മറ്റു പത്രങ്ങളിലും ഉണ്ട്. അത് മംഗളത്തിലും അങ്ങനെ വാർത്തയുണ്ട്. അതായത് നാളെ ഈ ആളുകളെ, അവിടെയുള്ള ആളുകളെ, ഉന്നതിയിലെ ആളുകളെ ഒഴിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാണ്. സ്വാഭാവികമായും വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിലേക്ക് അവിടുത്തെ വിഷയം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ദേശാഭിമാനിയിൽ വന്നാൽ ദേശീയ തലത്തിലൊരു വാർത്ത, അത് ബംഗാളിൽ മദ്രസകളിൽ വന്ദേമാതരം നിർബന്ധമാക്കി എന്നുള്ളതാണ്. BJP സർക്കാർ നീക്കത്തിൽ പ്രതിഷേധം. പശ്ചിമ ബംഗാളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രകോപനം തീവ്രമാക്കുന്ന സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ മദ്രസകളിലും വന്ദേമാതരം നിർബന്ധമാക്കി. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വന്ദേമാതരം നിർബന്ധമാക്കിയിരുന്നു. അസംബ്ലിയിൽ വന്ദേമാതരം ആരംഭിക്കണമെന്നാണ് മദ്രസ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ ഉത്തരവ് എന്നുള്ളതാണ്. കന്നുകാലി കച്ചവടവും പ്രതിസന്ധിയിലായി എന്നുള്ള പ്രശ്നം കൂടി അവിടെ, കന്നുകാലികളെ വിൽക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി അവിടെയുള്ള കർഷകർ നേരിടുന്നു എന്നുള്ള കാര്യം കൂടി ദേശാഭിമാനി ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി അവർ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ
ദേശാഭിമാനിയിൽ തന്നെ മറ്റൊരു വാർത്തയുണ്ട്. അത് ആപത്ത് എന്നാണ്. ആണവ മേഖലയിലേക്ക് US കമ്പനികൾ എന്നാണ്. അമേരിക്കയിൽ നിന്നുള്ള പ്രത്യേക ആണവോർജന പ്രതിനിധി സംഘവും കേന്ദ്രമന്ത്രിമാരും ചർച്ച നടത്തി. സംഘത്തിൽ 20ഓളം കുത്തക കമ്പനികളുടെ പ്രതിനിധികളും. വൻ മാറ്റം വരുന്നുവെന്ന് ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോർ. നീക്കം ആണവോർജ മേഖലയെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാനുള്ള ശാന്തി നിയമത്തിന്റെ മറവിലാണ് എന്ന്. ഇത് മറ്റു പത്രങ്ങളിൽ ഈ വാർത്ത കണ്ടിട്ടില്ല. അത്തരത്തിലൊരു വാർത്ത. സുരക്ഷാ ആശങ്കകൾ വകവയ്ക്കാതെ ഇന്ത്യൻ ആണവോർജ മേഖലയെ അമേരിക്കയ്ക്ക് കമ്പനികൾക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കാനുള്ള നടപടിയുമായി മോദി സർക്കാർ എന്നാണ് ദേശാഭിമാനിയിലെ ആ വാർത്ത. ദീപികയിൽ ഒരു വാർത്തയുണ്ട്. അത് ഇങ്ങനെയാണ്: രാജ്യസഭയിൽ പടിയിറക്കം എന്നാണ് ആ വാർത്ത. അതായത് രാജ്യസഭയിൽ നിന്ന് 22 പേർ ജൂണിൽ ഒഴിയും. ഖാർഗെയും ജോർജ് കുര്യനും അടക്കം 22 പേർ ജൂണിൽ ഒഴിയും. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങി 22 രാജ്യസഭാ എംപിമാരുടെ കാലാവധി ജൂണിൽ അവസാനിക്കും. അതിൽ 11 പേർ BJP-യിൽ നിന്നും 4 പേർ കോൺഗ്രസിൽ നിന്നുള്ള ആളുകളാണ് എന്നതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ വാർത്ത ദീപിക ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ മദ്രസകളിലെ വന്ദേമാതരത്തിൻ്റെ വാർത്തയുടെ കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ മെട്രോ വാർത്തയിൽ പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകനെ അജ്ഞാതർ വധിച്ചു എന്നുള്ളൊരു വാർത്ത മെട്രോ വാർത്തയുടെ പ്രധാനപ്പെട്ട വാർത്തയായിട്ടുണ്ട്. ഹംസ ബുർഹാൻ എന്നാണ് ഈ കൊല്ലപ്പെട്ട ആസൂത്രകനായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരവാദിയുടെ പേര് എന്നുകൂടി മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീക്ഷണം അവരുടെ തനതായ ശൈലിയിൽ തന്നെ ഹെഡ്ലൈൻ എഴുതിയിരിക്കുന്നത് തിരുമ്പി വന്നിട്ടേ എന്ന് സൊല്ല് എന്നാണ്. തമിഴ്നാട്ടിൽ 59 വർഷത്തിന് ശേഷം കോൺഗ്രസ് മന്ത്രിമാർ എന്നുള്ള കാര്യമാണ്. രാജേഷ് കുമാർ, P വിശ്വനാഥൻ എന്നിവരാണ് മന്ത്രിമാർ എന്നതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ദീപിക വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ചന്ദ്രികയിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് മന്ത്രി എന്നാണ്. പാപനാശം MLA AM ഷാജഹാൻ മന്ത്രിയാകും എന്നുള്ള കാര്യം, വിജയ മന്ത്രിസഭയിൽ മന്ത്രിയാകും എന്നുള്ള കാര്യം കൂടി ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാധ്യമത്തിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് തിരക്കിട്ട നയതന്ത്ര നീക്കം എന്നുള്ളതാണ്. അവസാന പേജിലാണ്. അത് US ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ്. ഹോർമൂസിൽ അയഞ്ഞ് ഇറാൻ എന്നാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നിർണായക നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇറാന്റെ നല്ല പ്രതികരണത്തിനായി 3 ദിവസം കൂടി കാത്തിരിക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെ സമാധാന പുനഃസ്ഥാപനത്തിനായി US സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പഠിക്കുകയാണെന്ന് ഇറാനും വ്യക്തമാക്കി എന്നുള്ളതാണ്. നെതന്യാഹു വഴങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ, അല്ലെങ്കിൽ ഏതാണ്ട് 1, 2, 3 പത്രങ്ങളിൽ ഒരേ കാര്യങ്ങളാണ് ഇന്ന് എഡിറ്റോറിയലായി വന്നിരിക്കുന്നത്. അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ്. പിന്തിരിയുന്ന നിക്ഷേപങ്ങളും തളരുന്ന രൂപയും എന്നാണ് സുപ്രഭാതം ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണെന്ന സൂചനകൾ ശക്തമാക്കി ആഗോള വിപണിയിൽ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് വൻ തകർച്ചയുണ്ടായിരിക്കുന്നു. രൂപയുടെ മൂല്യം കഴിഞ്ഞ ദിവസം 96.9, ഏതാണ്ട് 97 എന്ന റെക്കോർഡ് താഴ്ചയിലെത്തി. സാമ്പത്തിക രംഗത്ത് നിക്ഷേപകരുടെ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നയപരമായ അനിശ്ചിതത്വം, തൊഴിലില്ലായ്മ, ആഭ്യന്തര ആവശ്യകതയിലെ കുറവ്, വിദേശ നിക്ഷേപത്തിലെ ഇടിവ് എന്നിവ ചേർന്ന് സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കുന്നു. വിദേശ നിക്ഷേപകർക്ക് വിശ്വാസം പകരേണ്ട സമയത്ത് നിയന്ത്രണങ്ങളും നിയമപരമായ തടസ്സങ്ങളും കൂട്ടിയതിലൂടെ ഇന്ത്യയെ നിക്ഷേപ സൗഹൃദ രാജ്യമായി കാണാനുള്ള സമീപനം ക്ഷയിച്ചു എന്നുള്ളതാണ്. അവസാനമായി പറയുന്നത്, വിദേശ നിക്ഷേപം പിന്മാറുകയും രൂപ തുടർച്ചയായി ദുർബലമാവുകയും ചെയ്യുന്നത് സാമ്പത്തിക ഘടനയിലെ ദൗർബല്യങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. രാഷ്ട്രീയ വിജയങ്ങളും പ്രചാരണ മുദ്രാവാക്യങ്ങളും കൊണ്ട് വിപണിയുടെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാനാവില്ല എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ഏറ്റവും നല്ല മാർഗം കൃത്രിമ നിയന്ത്രണങ്ങളല്ല, വിശ്വാസം സൃഷ്ടിക്കുന്ന സാമ്പത്തിക നയങ്ങളാണ് എന്നുകൂടി സുപ്രഭാതം പറയുന്നു. ദീപികയും സമാനമായ വിഷയത്തിലാണ് ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അവർ കുറെ കൂടി കടുപ്പിച്ച് ഇത് എഴുതുന്നു. വില കുതിക്കുകയാണ്, ഹോർമൂസ് മറുപടിയല്ല എന്നാണ് പറയുന്നത്. വിലക്കയറ്റം രൂക്ഷം, രൂപ പാതാളത്തിൽ, ആഡംബരങ്ങളും ധൂർത്തും കുറയ്ക്കാം, പക്ഷേ അതൊന്നും പണ്ടേ ഇല്ലാത്ത മഹാഭൂരിപക്ഷം ഇന്ത്യക്കാർക്ക് തിന്നാനും കുടിക്കാനും വേണ്ടേ എന്നാണ് ദീപിക ചോദിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി ആഗോള പ്രതിഭാസമാണെന്ന് ഒഴിയാനാകില്ല. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ താൻ വന്നാൽ എല്ലാം മാറ്റിമറിക്കുമെന്ന് മോദി പറഞ്ഞതുപോലെ യാഥാർത്ഥ്യ ബോധമില്ലാതെ പറയാൻ ഇന്ന് പ്രതിപക്ഷത്താരും മുതിരുന്നില്ല. മന്ത്രിസഭാ യോഗങ്ങൾ മാത്രമല്ല, പ്രതിപക്ഷത്തെയും സാമ്പത്തിക വിദഗ്ധരെയും വിളിച്ചുകൂട്ടി രക്ഷാമാർഗം ആരായുകയാണ് ഈ സമയത്ത് വേണ്ടതെന്ന് പറയുന്നു. കോക്രോച്ച് പാർട്ടിയെക്കുറിച്ച് മാധ്യമം ഒരു എഡിറ്റോറിയൽ എഴുതുന്നുണ്ട്. അവരതിൻ്റെ ആശങ്ക കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു എഡിറ്റോറിയൽ എഴുതുന്നത്. പാറ്റക്കലാപം പകരുന്ന പാഠങ്ങൾ എന്നാണ് മാധ്യമം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആക്ടിവിസത്തിലൂടെ ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന പൈറേറ്റ് പാർട്ടികൾ നമ്മുടെ രാജ്യത്തും രംഗപ്രവേശനം ചെയ്യുന്നതിന് ലക്ഷണങ്ങളാണ് പ്രകടമാകുന്നത് എന്നുള്ളതാണ്.
ഈ പറയുന്നത്. എല്ലാ കാലത്തെയും പോലെ വർത്തമാനകാലത്തും യുവാക്കൾ അവരുടെ ചരിത്രപരമായ പങ്ക് വഹിക്കുകയാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഭരണമാറ്റങ്ങളിൽ ജെൻസി വോട്ടർമാരുടെ കൃത്യമായ സ്വാധീനമുണ്ടെന്ന് വ്യക്തമാണ്. യുവാക്കൾ ഗൗരവത്തോടെ ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഈ മുന്നേറ്റങ്ങൾക്ക് കൃത്യമായ ദിശാബോധവും രാഷ്ട്രീയ വികാസവും ഉണ്ടാകുമെന്ന് വരുന്ന ആളുകൾ തെളിയിക്കും. പാറ്റകൾ രാജ്യത്ത് എന്ത് മാറ്റം കൊണ്ടുവരുമെന്നുള്ളത് വരും കാലം തെളിയിക്കും എന്നാണ് മാധ്യമം പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്തമായ വാർത്തകൾ നമുക്ക് പല പത്രങ്ങളിലായി കാണാൻ കഴിയും. തിരിച്ച് സേതുവിലേക്ക്.